കേരള ജനതയോടാണ് ഇന്ത്യൻ സിറ്റിസൻ്റെ ഒരു കാര്യം ചോദിക്കുന്നത്. തൃശ്ശൂർ പീപ്പിളോടാണ്, കേരള ജനതയിലെ തൃശ്ശൂർ ആൾക്കാരോട്. ഉടൻ ഡൽഹിയിൽ എത്തണമെന്ന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. തൃശ്ശൂരിലെ പരിപാടി റദ്ദാക്കി സുരേഷ് ഗോപി സാറ് ക്ഷമ ചോദിച്ചു കേന്ദ്രമന്ത്രി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, സാറ് ഡൽഹി പോകുന്നതല്ല പ്രശ്നം. ഇത് കണ്ട ഓണാഘോഷത്തിൻ്റെ പുലിക്കളി മഹോത്സവത്തിൻ്റെയും ഉദ്ഘാടനത്തിൻ്റെ ഇതെല്ലാം പറഞ്ഞിട്ട് ഖേദമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മ പഴങ്ങാടി പാലം എത്ര കാലമായി ബ്ലോക്കായിട്ട് നിൽക്കുന്നു. പ്രധാന ട്രെയിൻ സ്റ്റോപ്പ് ഉടൻ ലഭ്യമാക്കാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റോപ്പ് ഇല്ലെങ്കിലും മറ്റൊരാൾക്ക് തൃശ്ശൂർക്കാരോട് ദേഷ്യമൊന്നുമില്ല. പക്ഷെ തൃശ്ശൂർക്കാർ ഇനി ഇവർക്ക് വോട്ട് കൊടുക്കണോ വേണ്ടയോ എന്നാണ് തീരുമാനം. കാരണം നിങ്ങളവിടുന്ന് ജയിപ്പിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു കുണത്തിനെത്തിനോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സിറ്റിസൺ പച്ചക്ക് പറയുന്നു ഒരു കുണത്തിനും കാണുന്നില്ല. ഇരിങ്ങാലക്കുട എവിടെയെന്ന് ഇന്ത്യൻ സിറ്റിസൺ അറിയില്ല. എന്താണ് കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായാൽ അതിൻ്റെ ഫ്ലാഗ് ഓഫ് നമ്മൾ ഒരുമിച്ച് വലിയ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഈ സാറ് കേന്ദ്രമന്ത്രിയാണോ അല്ല തൃശ്ശൂർ മന്ത്രിയാണോ? കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മൊത്തം പ്രശ്നം തീർക്കണ്ടേ? അപ്പം ചോദ്യങ്ങളാണ്, അറിയില്ല. അപ്പം കമാൻഡ് ഓപ്പണാണ്. തൃശ്ശൂർക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ മറുപടി പറയണം. കാരണം ആക്ടേഴ്സിന് നമ്മളെ നല്ലൊരു നിയമസഭയാണ്. ആക്ടേഴ്സിന് മിനിസ്റ്ററും ആകാം, മിനിസ്റ്റർക്ക് ആക്ടേഴ്സും ആകാം. പക്ഷേ ഒരു ഗവൺമെൻറ് ഓഫീഷ്യൽ ആക്ടർ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാകുന്നുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ വേണം ഇന്ത്യൻ സിറ്റീസിന് മറുപടി തരാൻ. ബാക്കിയുള്ള ആളാരൊന്നും പറയണ്ട. അപ്പോൾ തൃശ്ശൂർ പീപ്പിളോടാണ് ചോദിക്കുന്നത്, ഈ സാറിനെ നിങ്ങൾ ജയിപ്പിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണോ കേരള ജനതയ്ക്ക് വേണ്ടിയാണോ?